UDF അധികാരത്തിൽ വരുമ്പോൾ ആദ്യ പരിഗണന ഭവനരഹിതർക്ക് ഭവനം നൽകുന്നതിനാണെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. കോൺഗ്രസ് പത്തനാപുരത്ത് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു എം.പി. കേരളത്തിൽ ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതി പരാജയമെന്നും 3 മാസങ്ങൾക്കു ശേഷം UDF അധികാരത്തിൽ വരുമ്പോൾ ഭവനരഹിതർക്ക് ഭവനം നൽകുന്നതിന് ആദ്യ പരിഗണന നൽകുമെന്നും AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. പത്തനാപുരത്ത് പറഞ്ഞു. കോൺഗ്രസ് പിറവന്തൂർ മണ്ഡലം കമ്മിറ്റിയുടെയും പ്രിയദർശിനി ഫൗണ്ടേഷൻ ചെയർമാനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് സാജു ഖാന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം.പി. സ്വന്തമായി കയറിക്കിടക്കാൻ കൂര ഉണ്ടാവുക, പ്രത്യേകിച്ച് 2 പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തിന് സുരക്ഷിതത്വമുള്ള ഒരു വീട് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അത് കണ്ടെത്തി അവരുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യം വന്നപ്പോൾ അത് നേരിട്ട് ഏറ്റെടുത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുമായിരുന്നു ഏറ്റെടുത്ത് അവർക്ക് ഇന്ന് കെട്ടുറപ്പുള്ള വാസയോഗ്യമായിട്ടുള്ളൊരു വീട് കൊടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. അതിൽ സാജുവിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഞാൻ അവരെ മുക്തകണ്ഠം അവരെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. കാരുണ്യ പ്രവർത്തനം ഔദാര്യമല്ലെന്നും പൊതുപ്രവർത്തകരുടെ കടമയാണെന്നും ഇത്തരം പ്രവർത്തികൾ PR വർക്കിന്റെയോ പബ്ലിസിറ്റിയുടെയോ ഭാഗമാകില്ലെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു വാഴയിൽ അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് എം.പി., കോൺഗ്രസ് നേതാക്കളായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബിന്ദു കൃഷ്ണ, സൈമൺ അലക്സ്, എം നസീർ, ജ്യോതികുമാർ ചാമക്കാല, പള്ളിത്തോപ്പിൽ ഷിബു, അഡ്വക്കേറ്റ് M സാജു ഖാൻ, ഡോക്ടർ മീര R നായർ, കറവൂർ സുരേഷ്, ഹുനൈസ്, PMB സാഹിബ്, ഷെയ്ഖ് പരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.